അപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് മാറ്റിയിട്ട് ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യാൻ പറ്റും. അതിന് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ വേറെ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഫോണിലുള്ള ഇൻഷോട്ട് മാത്രം മതി. ആദ്യം നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ന്യൂവിൽ കൊടുക്കുന്നു. അപ്പോൾ ഇൻഷോട്ട് എഡിറ്റ് ചെയ്യാൻ പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ സ്ക്രീനെ പറ്റി മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഫോട്ടോസും എന്താണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗാലറിയിൽ എന്ത് ചെയ്യുക, ഫോട്ടോസ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രീൻ സ്ക്രീനിൻ്റെ മുന്നിൽ പോയി എടുത്ത വീഡിയോ ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലെയുള്ളൊരു ഡാർക്ക് പച്ച, ശരിക്കും നമ്മൾ ഷൂട്ടിങ്ങിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു ലൈറ്റ് പച്ചയാണ്. പക്ഷേ ലൈറ്റ് പച്ച ഞാൻ മേടിച്ചിട്ട് ആ ഒരു കറക്റ്റ് അടിച്ചൊന്നും കറക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പല കളറും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. ബ്ലൂ ടെസ്റ്റ് ചെയ്ത് നോക്കി, ലൈറ്റ് ഗ്രീൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതൊരു ഡാർക്ക് ഗ്രീനാണ്. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡജൊക്കെ കറക്റ്റ് ഒട്ടിക്കുക. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെല്ലോ ടാപ്പ് ഉണ്ട്. പിന്നെ ഗ്രീൻ സ്ക്രീൻ ചെയ്യുമ്പോൾ ലൈറ്റൊക്കെ ചുറ്റും ലൈറ്റ് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുക. കാരണം കറക്റ്റ് അതിൻ്റെ എഡജും ഇതൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ഥലമാണ്. അപ്പോൾ നട്ടുച്ചയ്ക്ക് പുറത്തുള്ള ആ ഒരു സൂര്യൻ്റെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആ വെട്ടം കറക്റ്റ് നമുക്കിവിടെ കിട്ടും. ലൈറ്റ് മങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് പെട്ടെന്ന് എടുത്ത് തീർക്കുക. ആ സൂര്യൻ്റെ ആ ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു എഡജൊന്നും ക്ലിയർ ആയി കിട്ടൂല കേട്ടോ. ലൈറ്റിങ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചാൽ, ബാക്കി ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ സൈഡിലും ഈ സൈഡിലും ഒട്ടിച്ചു. അവിടെ മാത്രം ഒട്ടിച്ചാൽ പോരാ, സൈഡിൽ കൂടി ഒട്ടിച്ചാണ്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കൊളാവും. അപ്പോൾ നമുക്കതിൻ്റെ സൈഡിൽ കൂടി ഒട്ടിച്ചാൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വൈഡാക്കണമൊക്കെ ഉണ്ടല്ലോ, മേലക്ക് അതുപോലെ സൈഡിക്കൊക്കെ ഏകദേശം കുറച്ച് വൈഡായിട്ട് അത് ഒട്ടിക്കുകയാണ് നല്ലത്. എന്നാലുള്ളൂ നമ്മൾ ആക്ഷനൊക്കെ പറയുമ്പോൾ അത് കൈയൊക്കെ വൈഡായി പോവാതിരിക്കുക. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയാന്ന്. പിന്നെ എടുക്കുമ്പോൾ നമ്മൾ ബാക്ക് ക്യാമറ കൊണ്ട് ഫ്രണ്ട് ക്യാമറയാണ് കൂടുതൽ നമ്മൾ ഫോണിൽ ക്ലിയർ വെച്ചാൽ ഫ്രണ്ട് ക്യാമറ കൊണ്ട് എടുക്കുക. ബാക്ക് ആണെങ്കിൽ ബാക്ക് കൊണ്ട് എടുക്കുക. ഏറ്റവും ക്ലാരിറ്റി ഏത് ക്യാമറയും നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക, എന്നാലുള്ളൂ പിന്നെ അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഡജൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മുടിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് ലൈറ്റിങ്. നമ്മളെ മുഖത്തുക്കും അതേപോലെ തന്നെ ഈ സ്ക്രീനിൻ്റെ നമ്മുടെ എല്ലാ വശത്തുനിന്നും ലൈറ്റിങ് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതാക്കിയത്. ഇനി നമുക്ക് ബാക്കി കളറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഷോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നില്ല. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പഠിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും സിമ്പിളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ കൊടുക്കുക. ന്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ വരും, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് ആക്കുക, അതുപോലെ തന്നെ വീഡിയോസും ആക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഫോട്ടോസ് എങ്ങനെ ആക്കുന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് ശേഷം വീഡിയോൻ്റെ കാര്യം പറയാം. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഈ അറ്റത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കുക, കുറച്ച് കൂടുതൽ. ഇതവിടെ സെക്കൻഡ് അടിയിൽ കാണും കേട്ടോ എത്ര ഉണ്ടെന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മേലെ കാണുന്ന നിരയിൽ PIP എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീനിൻ്റെ മുന്നിൽ ചെയ്ത ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മേലത്തെ നിരയിൽ ലാസ്റ്റ് ക്രോപ്പ് എന്നുണ്ട്. ആ ക്രോപ്പ് എടുത്തിട്ട് ഗ്രീൻ സ്ക്രീൻ എത്രയാണെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യുക, ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ഇങ്ങനെ വലുതാക്കി വെച്ചോ, കാരണം നമുക്ക് എഡജൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്ത് വെക്കണത് നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേലത്തെ നിരയിലുള്ള ക്രോമയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് നമുക്കിവിടെ കാണാം. എന്നിട്ട് ആ റൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഏത് ഭാഗത്ത് വെക്കുമ്പോഴാണോ ഈ ഗ്രീന് കുറയുന്നതെന്ന് ഇങ്ങനെ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെയാണ്. എന്നിട്ട് അവിടെ അത് വിടുക, ക്ലിക്ക് ചെയ്ത് വിടുക. എന്നിട്ട് അടിയിൽ സ്ട്രെങ്ത്ത് എന്ന് കാണുന്നില്ലേ, അതിലിങ്ങനെ നമുക്ക് പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓവറാക്കി കൊണ്ടുപോയി ഇങ്ങനെ നമ്മൾ ഇല്ലാണ്ടായി പോകും. അപ്പം ഏകദേശം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ ഏകദേശം ഓക്കെ ആയി. എന്നിട്ട് അടിയിലുള്ള
ഷാഡോ കുറച്ച് കൊടുത്താലേ ഒരു നാച്ചുറാലിറ്റി കിട്ടുള്ളൂ കേട്ടോ. ഓവറായി കൊടുത്താൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് പോയി പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കണ്ട. നമുക്കറിയാം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എത്ര മാത്രമാണ് അതിൻ്റെ കളറിങ് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് കൊണ്ടുവച്ച പോലെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീല് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ മേലത്തെ നിരയിൽ ഫിൽറ്റർ കൊടുക്കുക. ഫിൽറ്റർ കൊടുത്തിട്ട് അതിൽ അഡ്ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഈ ഫസ്റ്റ് ലൈറ്റ്നെസ് വേണമെങ്കിൽ കൂട്ടി കൊടുത്താൽ നമ്മൾ എന്തായാലും അത് ഓവറായി പോകും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം അതിൻ്റെ കളറിങ് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിവിടെ ഓരോന്ന് കളറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നാച്ചുറാലിറ്റി എന്ത് ചെയ്യും കിട്ടും. കണ്ടോ, ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ മഞ്ഞ കൂടി, അപ്പോൾ ഒരു നാച്ചുറാലിറ്റി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റേക്ക് ആക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏകദേശം കളറിങ് ആയി വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊരു കളർ ഒരു സ്കിന്നിൻ്റെ കളർ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ, ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശമായി. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ക്യാൻവാസ് ഉണ്ടല്ലോ, ക്യാൻവാസിൽ കൊടുത്താൽ ഇങ്ങനെ ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു സൈസിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇതുമ്മേ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും നമുക്ക് കൊണ്ടുവരാം. എത്ര സൂമിങ് സൈസൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മളും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസും കറക്റ്റ് ആവണം. അപ്പോൾ ഞാൻ കുറച്ച് താഴെ നിൽക്കണ പോലെ ഉണ്ടോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാൻവാസിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സൂം ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അതാണ് ഏറ്റവും ബെറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഇങ്ങനെ പ്ലേ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒരു നാച്ചുറാലിറ്റി കിട്ടും. ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇല്ല ക്ലാരിറ്റി ഉണ്ടോ അതിനനുസരിച്ചാവും നമ്മൾ ഈ ഒരു എഡ്ജൊക്കെ ക്ലിയർ ആയി വരിക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടുന്ന ഡ്രസ്സിൻ്റെ കളറ് മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഉണ്ടല്ലോ, പച്ച അതുപോലെ നീല, ഈ ഒരു കളറൊന്നും ഒരിക്കലും ഇടരുത്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് കിട്ടില്ല. നമ്മളും ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് പോയി പോവും. ആ ഒരു നമ്മൾ വിചാരിച്ച പെർഫെക്ഷൻ കിട്ടില്ല എന്ന് മാത്രമല്ല ആകെ കൊളാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ കാണിച്ചു തന്നത് നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസാണ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ തന്നെ എങ്ങനെ ആക്കാമെന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്നു, വീഡിയോ സെലക്ട് ചെയ്യുന്നു, ന്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോ ആണ് നോക്കിയത്, ഇനി വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തിടാം. ഒരു വീഡിയോ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ ക്യാൻവാസ് ഉണ്ടല്ലോ, ഇതിലാണ് കേട്ടോ ഏത് സൈസാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ റീൽസ് ടിക്ടോക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കലായാണ് നമ്മൾ ഫോൺ പിടിക്കുക, യൂട്യൂബിന് നേരെ തിരിച്ചാണ് ഹൊറിസോണ്ടലായാണ് നമ്മൾ പിടിക്കുക. അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം യൂട്യൂബ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വീഡിയോ ആയല്ലോ. ഇനി നമ്മൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റമൊന്നുമില്ല, PIPയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഏതാണ് നമ്മളെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ എത്ര വേണ്ടത് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്രോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്രോപ്പ് അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്, പിന്നെ എന്തിനാണ് പേടിക്കണേ. ഓക്കെ, എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്രോമയിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ റൗണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഏകദേശം നമ്മൾ ഈ പച്ചയൊക്കെ പോയി കഴിയുമ്പോൾ ഓക്കെ. എന്നിട്ട് സ്ട്രെങ്ത്തിൽ ഇങ്ങനെ കൊടുക്കുക. പച്ച മൊത്തം പോയി. അടിയിൽ കുറച്ച് ഷാഡോ കൊടുത്തോ, കുറച്ച് മതി, ഓവറാക്കിയാൽ അതിൻ്റെ നാച്ചുറാലിറ്റി പോകും. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലത്തെ നിരയിലുള്ള ഫിൽറ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലിട്ട വീഡിയോക്കനുസരിച്ചുള്ള ലൈറ്റിങ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ലൈറ്റുള്ള വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് ലൈറ്റ് കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. കളറിങ്ങൊക്കെ കുറച്ച് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ പ്ലേ ആക്കി കൊടുത്താൽ കണ്ടോ നമ്മുടെ കൈ കണ്ടോ കട്ടായി പോകണം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗ്രീൻ സ്ക്രീനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ കൈ പോകുമ്പോൾ അത് കട്ടായി പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നല്ലോ, ഇനിയിപ്പോൾ വീണ്ടും ഗ്രീൻ സ്ക്രീൻ എടുക്കണ്ടേന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ വീഡിയോ ഈ കട്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാമെന്നറിയോ, അത് നമ്മൾ ആ സമയത്ത് ഈ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
ഓക്കെ, അതൊക്കെ നമ്മൾ എഡിറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ എഡിറ്റിംഗ് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരേ ഒരു ആപ്പാണ് ഈ ഒരു ഇൻഷോട്ട് എന്ന് പറയുന്നത്. എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഒന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഓരോന്നായിട്ട് പഠിച്ചെടുത്തപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ഒരു ആപ്പും കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതെന്തായി പ്ലേ ആക്കി കഴിഞ്ഞാൽ ഉണ്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക മാക്സിമം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമുക്ക് സിംഗിൾ ആയിട്ടല്ല ഡബിൾ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എത്ര വേണമെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് ഓരോ ക്യാരക്ടർ ചെയ്യാം. ഞാനൊരു കോമഡി സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഈ ഒരു ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ എന്തായാലും പോയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.